ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു, IQ ടെസ്റ്റ്. അതിൻ്റെ പാർട്ട് 2 ആണ് ഇന്ന് നമ്മൾ ഇപ്പോൾ നടത്താൻ പോകുന്നത്. അപ്പോൾ ഒട്ടും സമയമുണ്ട്, നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഇപ്പോൾ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന് പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് തത്സമയം നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ ആപ്പ് ഞാൻ പരിചയപ്പെടുത്തി തരാം. PC ആപ്പ് സ്റ്റോർ എന്നാണ് ഇതിൻ്റെ പേര്. ഈ ആപ്പിൻ്റെ ഗുണം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ പേഴ്സണൽ കമ്പ്യൂട്ടറിലേക്ക് ആവശ്യമായ എല്ലാ ആപ്പും ഇതിലുണ്ടാവും. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിൽ പോകാം. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ജാക്ക് ഫിലിപ്പിനെ ചോദ്യം ചെയ്തു. ഫിലിപ്പ് ഇങ്ങനെ പറഞ്ഞു: ജാക്കിൻ്റെ മരണം ഇല്ല. ബോധ്യപ്പെട്ടു. ഡിറ്റക്റ്റീവ് അയാളെ കണ്ടെത്തിയത്. നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനായി 20 സെക്കൻഡ്. ലിൻസിയാണ് ജാക്കിന്റെ കൊലയാളി. ലിൻസി പറഞ്ഞത് ഒരിക്കലും അന്റാർട്ടിക്കയിൽ നമുക്ക് പറഞ്ഞത് ജാക്കിന്റെ കൊല. Realme 6 Pro, 6 cameras, per display. ഏറ്റവും പ്രമുഖയായ ബിസിനസ്സുകാർ. മൂന്നാമത്തെ ചോദ്യം സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നീ ശ്രദ്ധിച്ച് കേൾക്കാട്ടോ. ഇനി ഞാൻ ഒരു വട്ടം കൂടി പറയുന്നതല്ല. ശ്രദ്ധിച്ച് കേൾക്കാം. അതുകൊണ്ട് ലിൻസി പറഞ്ഞത് കള്ളമാണ്. ഇങ്ങനെയാണ് ഡിറ്റക്റ്റീവ് ജാക്കിന്റെ കൊലയാളിയെ തിരിച്ചറിഞ്ഞത്. നഗരത്തിലെ ഏറ്റവും പ്രമുഖയായ ബിസിനസ്സുകാരിയായിരുന്നു എലീന. ഒരു ദിവസം എലീനെ തന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഡിറ്റക്റ്റീവിനെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ച കാര്യം, ആ മുറിയിൽ നിൽക്കാനായി മറ്റുള്ള വസ്തുക്കളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. കൂടാതെ മറ്റൊരു കാര്യം, എലീനയുടെ കാലിന് അടിയിലായി ഒരുപാട് വെള്ളം കെട്ടിക്കിടക്കുന്നതായി കാണപ്പെട്ടു. ഇത് രണ്ടും ഡിറ്റക്റ്റീവിന്റെ സംശയം വർദ്ധിപ്പിച്ചു. ഇത് ഒരു കൊലപാതകമാണോ എന്ന് ഡിറ്റക്റ്റീവിന് സംശയം തോന്നി. പക്ഷേ അല്പം നേരത്തെ ആലോചനയ്ക്ക് ശേഷം ഡിറ്റക്റ്റീവ് ഇതൊരു ആത്മഹത്യയാണെന്ന് സ്ഥിരീകരിച്ചു. എങ്കിൽ നിങ്ങൾ പറയൂ, എങ്ങനെയാണ് ഡിറ്റക്റ്റീവ് ഇതൊരു ആത്മഹത്യയാണെന്ന് കണ്ടെത്തിയത്? ഉത്തരം കിട്ടിയിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ അത് ഐസ് കട്ടയുടെ മുകളിൽ നിന്ന് കയറി ആത്മഹത്യ ചെയ്യും. ആത്മഹത്യ ചെയ്ത ശേഷം ഐസ് ഉരുകി വെള്ളമായതായിരിക്കാം കാരണം. ആർക്കറിയാം? ഇട്ടോ ഗൈസ്. നിങ്ങൾക്ക് ചിന്തിക്കാനായി 20 സെക്കൻഡ് സമയം നൽകുകയാണ്. ഉത്തരം കിട്ടിയോ? എലീന ഒരു വലിയ ഐസ് കട്ടയ്ക്ക് മുകളിൽ നിന്നാണ് ആത്മഹത്യ ചെയ്തത്. കുറെ കഴിഞ്ഞതോടെ ഐസ് ഉരുകി വെള്ളമായി എലീനയുടെ കാലിന് താഴെയായി കാണപ്പെടുകയും ചെയ്തു. ഇങ്ങനെയാണ് ഡിറ്റക്റ്റീവ് എലീനയുടെ മരണം ഒരു ആത്മഹത്യയാണെന്ന് കണ്ടെത്തിയത്. ചോദ്യം 4ലേക്ക് കടക്കാം. 2018 ഒക്ടോബർ 2 മുംബൈ നഗരത്തിൽ ഒരു വലിയ കൊലപാതകം നടന്നു. നഗരത്തിലെ ഏറ്റവും വലിയ വ്യവസായിയും സമ്പന്നനുമായ എറിക്കിനെ സ്വന്തം വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. വിവരം അറിഞ്ഞ് ഉടൻ തന്നെ ഒരു ഡിറ്റക്റ്റീവ് എറിക്കിന്റെ വീട്ടിൽ എത്തിച്ചേർന്നു. എറിക്കുമായി ഏറ്റവും കൂടുതൽ ബന്ധമുള്ള 3 പേരെ ഡിറ്റക്റ്റീവ് ചോദ്യം ചെയ്യുവാൻ ആരംഭിച്ചു. എറിക്കിന്റെ സഹോദരനായ മൈക്ക്, എറിക്കിന്റെ സുഹൃത്തായ പീറ്റർ, കൂടാതെ എറിക്കിന്റെ കമ്പനിയിലെ ജീവനക്കാരനായ റിച്ചാർഡ് തുടങ്ങിയ 3 പേരെ ഡിറ്റക്റ്റീവ് ചോദ്യം ചെയ്തു തുടങ്ങി.
ഒന്നാമതായി എറിക്കിന്റെ സഹോദരനായ മൈക്ക് ഇങ്ങനെ പറഞ്ഞു: എറിക്കിന്റെ മരണത്തിൽ എനിക്ക് വളരെ സങ്കടമുണ്ട്. എറിക്ക് മരിക്കുമ്പോൾ ഞാൻ കൊൽക്കത്തയിൽ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കുകയായിരുന്നു. അതുകൊണ്ട് എറിക്കിനെ കൊന്നത് ഞാനല്ല. രണ്ടാമതായി എറിക്കിന്റെ സുഹൃത്തായ പീറ്റർ ഇങ്ങനെ പറഞ്ഞു: വീട്ടിലേക്ക് അത്യാവശ്യമായി കുറച്ച് പണം ആവശ്യമായതുകൊണ്ട് ഞാൻ ബാങ്കിൽ പണം അടയ്ക്കാൻ പോയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് എറിക്കിന്റെ മരണവുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. മൂന്നാമത്തെ ആൾ എറിക്കിന്റെ കമ്പനിയിലെ ജീവനക്കാരനായ റിച്ചാർഡ് ആയിരുന്നു. റിച്ചാർഡ് ഇങ്ങനെ പറഞ്ഞു: ഞാൻ കമ്പനിയിൽ അത്യാവശ്യമായി ചില ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ എറിക്കിന്റെ മരണവുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഡിറ്റക്റ്റീവ് 3 പേരുടെയും മറുപടികൾ കേട്ടു. പക്ഷേ അവരിൽ ഒരാൾ പറഞ്ഞ മറുപടി കള്ളമാണെന്ന് ഡിറ്റക്റ്റീവിന് ബോധ്യമായി. അതിനെ തുടർന്ന് ഡിറ്റക്റ്റീവ് അയാളെ കൂടുതൽ ചോദ്യം ചെയ്യുകയും അയാൾ തന്നെയാണ് കൊലപാതകിയെന്ന് ഡിറ്റക്റ്റീവ് കണ്ടെത്തുകയും ചെയ്തു. എങ്കിൽ നിങ്ങൾ അപ്പോൾ ഇതിലാരാണ് കൊലയാളി എന്നാണ് നമ്മളുടെ ചോദ്യം. അപ്പോൾ നമുക്ക് 20 സെക്കൻഡ് ടൈമുണ്ട്, നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനായി 20 സെക്കൻഡ് സമയം നൽകുകയാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു പീറ്ററാണെന്ന്, കാരണം ബാങ്ക് അവധിയാണെന്ന്. ഓക്കെ, വെയിറ്റ് ചെയ്യാം. പീറ്ററാണ് കൊലപാതകി, കാരണം ബാങ്ക് അവധിയായിരിക്കും അന്ന്, ഒക്ടോബർ 2. ഓക്കെ, നമുക്ക് നോക്കാം. ഉത്തരം കിട്ടിയോ? എറിക്കിന്റെ സുഹൃത്തായ പീറ്റർ തന്നെയാണ് എറിക്കിന്റെ കൊലയാളി. ചോദ്യത്തിന്റെ ആദ്യം തന്നെ പറയുന്നുണ്ട് ഈ കൊലപാതകം നടന്നത് 2018 ഒക്ടോബർ 2-നാണ്. ഡിറ്റക്റ്റീവിന്റെ ചോദ്യം ചെയ്യലിൽ പീറ്റർ പറഞ്ഞത് താൻ അന്ന് ബാങ്കിൽ പണമടയ്ക്കാൻ പോയിരിക്കുകയായിരുന്നു എന്നാണ്. പക്ഷേ പൊതു അവധി ദിനമായ അന്ന് രാജ്യത്ത് ഒരു ബാങ്കുകളും പൊതുമേഖലാ സ്ഥാപനങ്ങളും തുറക്കുകയില്ല. അതുകൊണ്ട് തന്നെ പീറ്റർ പറഞ്ഞത് കള്ളമാണ്. ഇങ്ങനെയാണ് ഡിറ്റക്റ്റീവ് എറിക്കിന്റെ കൊലയാളിയെ കണ്ടെത്തിയത്. നമ്മുടെ വീഡിയോ ഇതോടെ അവസാനിച്ചു. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള മികച്ച ടെസ്റ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മൾ ഫ്രീ ഫയർ കളിക്കാൻ പോകണം. ഓക്കെ, നമ്മൾ ലാപ്ടോപ്പിൽ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിൽ ഡിസ്ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിലുമായി കാണുന്നവരെ ഗുഡ് ബൈ.